റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും തിരൂരിൽ റെയിൽവേ പാതയ്ക്ക് കുറുകെ ഒരു പാലമുണ്ട്. പക്ഷേ പാലത്തിലേക്ക് വാഹനം കയറ്റണമെങ്കിൽ പറക്കേണ്ട അവസ്ഥയാണ്. പാലത്തിന് അനുബന്ധ റോഡില്ലാത്തതാണ് പ്രശ്നം. റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പ്രേക്ഷകരെ ഒരു പാലം കാണിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. സ്ഥലം മലപ്പുറം തിരൂരിലാണ്. പേര് പൊറ്റിലത്തറ പാലം. ഒരു ഒന്നൊന്നര പാലമാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പൊറ്റിലത്തറ പാലം. 4 തൂണിൽ ഒരു ടേബിൾ പോലെ കോൺക്രീറ്റ് നിർമ്മിതി. എങ്ങനെയാണ് ആളുകൾക്കും വാഹനങ്ങൾക്കും ഈ പാലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. തിരൂർ നഗരത്തിലെ തിരക്കൊഴിവാക്കാൻ തിരൂരിൽ നിന്ന് പൊന്മുണ്ടത്തേക്ക് ബൈപ്പാസ് നിർമ്മിക്കുന്നതിനായി നിർമ്മിച്ച പാലമാണിത്. 2013 സി മമ്മൂട്ടി MLA ആയിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പൊറ്റിലത്തറയിൽ പാലം പണി തുടങ്ങി. 2015 റെയിൽപാതയ്ക്ക് മുകളിലുള്ള ഭാഗം പൂർത്തിയായി. എന്നാൽ അനുബന്ധ റോഡ് നിർമ്മിച്ചില്ല. നിരവധി വർഷങ്ങളായിട്ട് ഇവിടുത്തെ MP ആയാലും അതുപോലെ നിലവിലെ MLA ആയാലും ഈ ജനങ്ങൾക്ക് വളരെയധികം ദ്രോഹകരമായത്. കാരണം തിരൂരിൽ നിന്ന് ടൗണിലൂടെ വളരെയധികം ബുദ്ധിമുട്ടി പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന തിരക്കുപിടിച്ച ഏരിയയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ബൈക്ക് അല്ലെങ്കിൽ ചെറിയ ഓട്ടോറിക്ഷ പോലും ഈ റെയിൽവേൻ്റെ താഴെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ ഓച്ചാലിലൂടെയാണ് ഈ വരുന്നത്. അപ്പോൾ ഈ നിലവിലുള്ള പാലം വർഷങ്ങളായിട്ട് കാത്തിരിപ്പാണ്. അത് എത്രയും പോകാൻ ശരിയായി കഴിഞ്ഞാൽ തിരൂരിലെയും ഈ പരിസര പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടുന്നു. ബൈപ്പാസിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് 33 കോടി രൂപയുടെ അനുമതി ലഭിച്ചു. ഇതോടെ അനുബന്ധ റോഡ് യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ. 7 കോടി രൂപ ചെലവിൽ ഈ പാലം നിർമ്മിച്ചിട്ട് വർഷങ്ങൾ അനവധി കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തെ സമ്പത്ത് മുതൽ മുടക്കിക്കൊണ്ട് 4 കാലിൽ ഈ പാലം ഇങ്ങനെ തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ഈ 24 ചാനൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ ജനങ്ങളുടെയും അധികാരവർഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനുശേഷം ഈ പാലത്തിന് ശാപമോക്ഷം കിട്ടാൻ പോകുന്നു, സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡുകൾ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുന്നു എന്നൊക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് പത്രങ്ങളിലൊക്കെ വാർത്തകൾ വരികയുണ്ടായി. ഈ രാജ്യത്തെ ജനങ്ങൾ വലിയ ആഹ്ലാദത്തിലായിരുന്നു. കാരണം നമ്മുടെ തിരൂരിൻ്റെ ഗതാഗത കുരുക്കിന് ഒരു ശാപമോക്ഷം വരാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും. പക്ഷേ നാളിതുവരെയായി ഒരു ഇല പോലും അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പദ്ധതി പൂർത്തിയാകുന്നതോടെ ബൈപ്പാസ് റോഡിന്റെ പ്രധാന കടമ്പ കടക്കും. തിരൂർ ടൗണിലെ ഗതാഗത കുരുക്കിൽ നിന്ന് ഒഴിവായി എളുപ്പത്തിൽ ദേശീയപാതയിലേക്ക് എത്തിച്ചേരാനാകും. തിരൂരിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് അതിലൊരു 3 മണിക്കൂർ എക്സ്ട്രാ കരുതിയിട്ട് വേണം പോരാൻ. വലിയ വാഹനങ്ങളൊക്കെ ഈ പൊന്മുണ്ടം ബൈപ്പാസ് വഴി തിരിച്ചു വിട്ടാൽ ഇന്ന് നിലവിൽ കാണുന്ന ഗതാഗത കുരുക്കിന് നല്ലൊരു മാറ്റം വരുത്താൻ അതെന്തായാലും തീർച്ചയായിട്ടും അതൊക്കെ കണ്ടിട്ടാണ് ഈ പാലം ഇതിന് നമ്മുടെ മുൻഗാമികൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുള്ളതും. പിന്നെ ഒന്ന് ചെയ്യാനുള്ളത്, ഈ പാലത്തിൻ്റെ ഇപ്പോൾ ഫണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പൊന്മുണ്ടം വരെയുള്ള അലൈൻമെൻറ്റിൽ ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനൊരു കൃത്യതയും വ്യക്തതയും വരുത്തണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ കൈകൊള്ളണം. അതിനു വേണ്ട എല്ലാ സഹകരണങ്ങളും ഒരു വ്യാപാരി എന്നുള്ള നിലക്കും വ്യാപാരി പ്രതിനിധി എന്ന നിലക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും. 100% ഉറപ്പ് പറയാം. ഈ അടുത്ത കാലത്തെങ്കിലും പൊറ്റിലത്തറ പാലത്തിന് ശാപമോക്ഷമുണ്ടാകുമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. ഈ പാലം ഇങ്ങനെ കിടക്കുന്നത് കാരണം ആളുകൾക്കും വാഹനങ്ങൾക്കും ഇതുവഴി ദുരിതയാത്രയാണ് സമ്മാനിക്കുന്നത്. പാലത്തിൻ്റെ പണി അതിവേഗം പൂർത്തിയാക്കി ഗതാഗതക്കുരുക്കിന് പരിഹാരമുണ്ടാക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. സമീർ ബിൻ കരീം, 24 തിരൂർ.